ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ലെസൺ എന്ന് പറയുന്നത് NIOSൻ്റെ ക്ലാസ് 12, അതായത് സീനിയർ സെക്കൻഡറി ഇംഗ്ലീഷിനകത്ത് 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫ്യൂവൽ ഓഫ് ദ ഫ്യൂച്ചർ എന്ന് പറയുന്ന 5ാമത്തെ ലെസണാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്താണ് ഇതിൻ്റെ ഒരു കോണ്ടന്റ് എന്ന് പറയുകയാണെങ്കിൽ, ഇത് എനർജി സോഴ്സുകളെ പറ്റിയിട്ടുള്ളൊരു ലെസണാണ്. ഇതൊരു സയൻറ്റിഫിക് ബേസ് ഉള്ള ഒരു ലെസണാണ്. അതായത് നമുക്കറിയാവുന്നതാണ്, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന എനർജി, അതായത് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാവുന്നതാണ്. നമ്മൾ കേരളത്തിൽ പ്രധാനമായിട്ടും ഹൈഡ്രോ ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് വെള്ളത്തിൻ്റെ ഫോഴ്സിൽ നിന്ന് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന എനർജിയാണ് നമ്മൾ കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് ഊർജ സ്രോതസ്സുകളാണ് സോളാർ എനർജി, അതായത് സൂര്യപ്രകാശത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന എനർജി, പിന്നെ ടൈഡൽ എനർജി, അതായത് വേലിയേറ്റത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന എനർജി, പിന്നെ വിൻഡ് എനർജി, അതായത് ശക്തമായിട്ട് വീശുന്ന കാറ്റ് കൊണ്ട് ടർബൈനുകൾ കറക്കി, അതായത് വിൻഡ് മില്ലുകൾ കറക്കി ഉൽപ്പാദിപ്പിക്കുന്ന എനർജി, പിന്നെ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിൽ നിന്നും, അതായത് ആണവ നിലയങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന എനർജി. ഇങ്ങനെയുള്ള പലതരം ഊർജ സ്രോതസ്സുകൾ നമ്മൾ ലോകത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ പല ഊർജ സ്രോതസ്സുകളും ഉപയോഗിക്കുന്ന സമയത്ത് പലതരം പൊല്യൂട്ടൻസ്, അതായത് വായു മലിനീകരണം, പിന്നെ അതുപോലെ തന്നെ പലതരത്തിലുള്ള മലിനീകരണങ്ങൾ ലോകത്തുണ്ടാക്കുന്നുണ്ട്. അതായത് ഈ പല പവർ പ്ലാന്റുകൾക്കും പലതരം ദോഷവശങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടും നമുക്കറിയാവുന്നതാണ് ഈ ആണവ നിലയങ്ങൾ ഉണ്ടാക്കുന്ന വളരെ അപകടകരമായിട്ടുള്ള വളരെയധികം അപകടങ്ങൾ ആണവ നിലയങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വിൻഡ് എനർജിയെ പറ്റിയിട്ടാണ്, അതായത് കാറ്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എനർജി. അപ്പോൾ കാറ്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എനർജി എന്ന് പറയുമ്പോൾ അതിന് യാതൊരു വിധത്തിലുള്ള ദോഷവശങ്ങളും ഇല്ല. അതായത് ഒരു തരത്തിലുള്ള പരിസര മലിനീകരണം ഉണ്ടാക്കുന്നില്ല. പിന്നെ മറ്റു തരത്തിലുള്ള ദോഷകരമായിട്ടുള്ള പ്രോഡക്ട്സ് അതിൽ നിന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇന്നത്തെ കാലത്ത്, അതായത് ഫ്യൂച്ചറിൽ, ഭാവിയിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ആശ്രയിക്കേണ്ടതും നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടതുമായിട്ടുള്ള ഒരു എനർജി സോഴ്സാണ് ഈ വിൻഡ് എനർജി സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടാണ് നമുക്ക് ഈ ലെസണിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിന് 3 സെക്ഷൻ ഉണ്ട് ഈ ലെസണിൽ. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ നമുക്ക് നോക്കാം. അപ്പോൾ സെക്ഷൻ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഫ്യൂവൽ ഓഫ് ദ ഫ്യൂച്ചർ, അതായത് ഭാവിയിലേക്കുള്ള ഇന്ധനം എന്നാണ് ലെസന്റെ പേര്. ദ ബസ്വേർഡ് ടുഡേ ഈസ് ക്ലീൻ എനർജി, സംതിങ് ദാറ്റ് വി ക്യാൻ റീഡ് ഫ്രം നേച്ചർ. അതായത് ഇന്നത്തെ ബസ്വേർഡ് എന്ന് പറഞ്ഞാൽ രഹസ്യവാക്കെന്നാണ് അർത്ഥം. ഇന്നത്തെ നമ്മുടെ ലോകം ആവശ്യപ്പെടുന്നത് എന്ന് പറയുന്നത് ക്ലീൻ എനർജിയാണ്. അതായത് യാതൊരു വിധത്തിലുള്ള മലിനീകരണമോ ഭൂമിക്ക് ദോഷമോ ഇല്ലാത്ത ഒരു എനർജി സോഴ്സാണ് ഇന്ന് ലോകം ആവശ്യപ്പെടുന്നത്. കാരണം മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ ഭൂമി അങ്ങേയറ്റം മലിനപ്പെടുകയും അങ്ങേയറ്റം ദോഷം സംഭവിച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണിത്. ഭൂമിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായിട്ടുള്ള ഒരു സമയമാണ് ഇത്. അപ്പോൾ ഇന്ന് നമ്മൾ പരിസ്ഥിതിയെ വളരെയധികം സംരക്ഷിക്കാനായിട്ട് മുന്നോട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ലോകത്തിലെ ബസ്വേർഡ്, രഹസ്യവാക്കെന്ന് പറയുന്നത് ക്ലീൻ എനർജിയാണ്. അതായത് സംതിങ് ദാറ്റ് വി ക്യാൻ റീപ്പ് ഫ്രം നേച്ചർ, അതായത് പ്രകൃതിയിൽ നിന്ന് നമുക്ക് റീപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന, അതായത് കൊയ്തെടുക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് ഇന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത്, ഇന്ന് നമ്മുടെ ആവശ്യം. ആൻഡ് ദ സെർച്ച് ഹാസ് ലെഡ് മാൻ ടു ദ സൺ, ദ വിൻഡ്, ദ ടൈഡ്സ്, വാട്ടർ ആൻഡ് ഈവൻ ബയോഗ്യാസ്. അതായത് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സെർച്ച്, ഇതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം മനുഷ്യനെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് സോളാർ എനർജിയിൽ, അതായത് സൗരോർജം, സൂര്യനിൽ നിന്നുള്ള എനർജി, പിന്നെ വിൻഡിൽ നിന്നുള്ള എനർജി, ടൈഡ്സ്, അതായത് വേലിയേറ്റത്തിൽ നിന്നുള്ള എനർജി, പിന്നെ വാട്ടർ, വെള്ളത്തിൽ നിന്നുള്ള എനർജി, ആൻഡ് ഈവൻ ബയോഗ്യാസ്, അതായത് ബയോഗ്യാസിൽ നിന്നുള്ള എനർജി, അതായത് പലതരം
സ്ഥാപനങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യം അത് ശേഖരിച്ച് അതിൽ നിന്നും ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന രീതി. പിന്നെ ദ ഗുഡ് ന്യൂസ് ഇസ് ദാറ്റ് വി ഇൻ ഇന്ത്യ ഹാവ് റീസൺസ് ടു ബി പ്രൗഡ്. എന്നാൽ നമ്മൾ ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാനുള്ള ചില കാര്യങ്ങളുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. Not only do we have the world's only ministry for renewable energy sources, but we are also the world's 5th largest producer of wind energy. അതായത് ലോകത്തിൽ തന്നെ റിന്യൂവബിൾ എനർജി സോഴ്സിന് വേണ്ടിയിട്ട് ഒരു മന്ത്രിസഭ തന്നെ ഉള്ളത് ഇന്ത്യക്ക് മാത്രമാണ്. അതായത് റിന്യൂവബിൾ എനർജി എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകാത്ത എനർജി, അതായത് തീർന്നു പോകാത്ത ഇന്ധനം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു മിനിസ്ട്രി തന്നെ ഇന്ത്യക്കുണ്ട്. മാത്രമല്ല മറ്റൊരു കാര്യവും കൂടിയുണ്ട്. വി ആർ ഓൾസോ ദ വേൾഡ്സ് 5th largest producer of wind energy. ലോകത്തിലെ 5ാമത്തെ പ്രധാനപ്പെട്ട വിൻഡ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യവും നമ്മുടെ രാജ്യമാണ്. Wind energy is derived through a process where wind is used to generate mechanical power or electricity. അതായത് വിൻഡ് എനർജി എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ പവർ, അതായത് ഒരു യന്ത്രത്തിൽ നിന്നുണ്ടാകുന്ന പവറിനെ ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ അതിൽ നിന്ന് മെക്കാനിക്കൽ എനർജി ഉപയോഗിക്കുക, അല്ലെങ്കിൽ അതിൽ നിന്ന് ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിക്കുക എന്നുള്ളതാണ് വിൻഡ് എനർജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിൻഡ് ടർബൈൻസ് കൺവേർട്ട് ദ കൈനറ്റിക് എനർജി Wind turbines convert the kinetic energy in the wind into mechanical power. അതായത് ഇത് എങ്ങനെയാണ് സംഭവിക്കണമെന്ന് പറഞ്ഞാൽ വിൻഡ് ടർബൈൻ എന്ന് പറഞ്ഞാൽ കറങ്ങുന്ന ഒരു വലിയ മെഷീനെയാണ് ടർബൈൻ എന്ന് പറയുന്നത്. ഈ വിൻഡ് ടർബൈൻസ് കൈനറ്റിക് എനർജിയെ, അല്ലെങ്കിൽ കൈനറ്റിക് എനർജിയുടെ മലയാളം ഗതികോർജ്ജമാണ്, അതായത് മൂവ്മെൻറ്റിൽ നിന്നും ഉണ്ടാകുന്ന ഊർജ്ജമാണ് കൈനറ്റിക് എനർജി. ഈ കൈനറ്റിക് എനർജിയെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? കൈനറ്റിക് എനർജി ഇൻ ദ വിൻഡ്, അതായത് കാറ്റിലുള്ള ഈ ഒരു ഗതികോർജ്ജത്തെ മെക്കാനിക്കൽ പവറായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, അതായത് ഒരു യന്ത്രം കറക്കാനുള്ള പവറായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ സ്പെസിഫിക് ടാസ്ക്. ഇത് പലതരം ജോലികൾ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. എത്തരത്തിലുള്ള ടാസ്കുകളാണ്? സച്ച് ആസ് ഗ്രൈൻഡിങ് ഗ്രെയിൻ ഓർ പമ്പിങ് വാട്ടർ, അതായത് ധാന്യങ്ങൾ പൊടിക്കാനോ വെള്ളം ഭൂഗർഭജലം മുകളിലേക്ക് പമ്പ് ചെയ്യാനോ ഈ എനർജി, അതായത് വിൻഡ് ടർബൈൻ കറക്കുമ്പോൾ ഉണ്ടാകുന്ന മെക്കാനിക്കൽ എനർജി ഉപയോഗിക്കാവുന്നതാണ്. എ ജനറേറ്റർ കൺവേർട്സ് ദിസ് മെക്കാനിക്കൽ പവർ ഇൻറ്റു ഇലക്ട്രിസിറ്റി. അപ്പോൾ ഈ വിൻഡ് ടർബൈൻ, അതായത് വിൻഡ് മില്ലിൻ്റെ ഒപ്പം ഘടിപ്പിച്ചിരിക്കുന്ന ജനറേറ്റർ ഈ ഒരു മെക്കാനിക്കൽ പവറിനെ ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. പിന്നെ സിൻസ് റെക്കോർഡഡ് ഹിസ്റ്ററി വിൻഡ് പവർ ഹാസ് ബീൻ യൂസ്ഡ് ടു മൂവ് ഷിപ്സ്, ഗ്രെയിൻ ആൻഡ് പമ്പ് വാട്ടർ. അതായത് ചരിത്രം റെക്കോർഡ് ചെയ്യപ്പെട്ട കാലം മുതൽക്ക് തന്നെ നമ്മൾക്ക് കാണാവുന്നതാണ് വിൻഡ് എനർജിയെ കപ്പലുകൾ മൂവ് ചെയ്യാനും പിന്നെ ധാന്യങ്ങൾ പൊടിക്കാനും വെള്ളം പമ്പ് ചെയ്യാനും ഒക്കെ ഉപയോഗിച്ചിരുന്നു. പായ്ക്കപ്പലുകൾ നമുക്ക് അറിയാവുന്നതാണ്. There is evidence that wind energy was used to propel boats along the Nile as early as 5000 BC. അതായത് BC 5000 തന്നെ, BC എന്ന് പറയുമ്പോൾ ബിഫോർ ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ജനനത്തിന് 5000 വർഷം മുമ്പ് പോലും ഈജിപ്തിലെ നൈൽ നദിയിലൂടെ ബോട്ടുകളെ പ്രൊപ്പല് ചെയ്യാൻ, അതായത് ബോട്ടുകളെ മൂവ് ചെയ്യാനായിട്ട് വിൻഡ് എനർജി ഉപയോഗിച്ചിരുന്നതായിട്ട് രേഖകൾ ഉണ്ട്. ഇത്രയുമാണ് സെക്ഷൻ 1 പറയുന്നത്. ഇനി സെക്ഷൻ 2 നമ്മൾ പോകുന്നത്. സെക്ഷൻ 2 എന്താണ് അതിൻ്റെ കോണ്ടന്റ് എന്ന് നോക്കാം. What has been the history of man's use of wind energy? അതായത് മനുഷ്യൻ വിൻഡ് എനർജി ഉപയോഗിച്ചിരുന്നതിൻ്റെ ചരിത്രം എന്താണ്? പിന്നെ വേർ ആൻഡ് ഹൗ ഈസ് വിൻഡ് എനർജി യൂസ്ഡ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ എങ്ങനെയൊക്കെയാണ് വിൻഡ് എനർജി ഉപയോഗിക്കുന്നത്? ഈ കാര്യങ്ങളാണ് സെക്ഷൻ 2 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സെക്ഷൻ 2 പോകാം. ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് millions of windmills were erected as the American West was developed during the late 19th century. അതായത് 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ അമേരിക്കയിലെ വെസ്റ്റേൺ ഭാഗങ്ങൾ ഡെവലപ്പ് ചെയ്തതോടൊപ്പം തന്നെയും മില്യൺസ് ഓഫ് വിൻഡ് മിൽസ്, ലക്ഷക്കണക്കിന് വിൻഡ് മില്ലുകൾ ഇറക്റ്റ് ചെയ്യപ്പെട്ടു.
പിന്നെ മോസ്റ്റ് ഓഫ് ദം വെർ യൂസ്ഡ് ടു പമ്പ് വാട്ടർ ഫോർ ഫാംസ് ആൻഡ് റാഞ്ചസ്. അതായത് ഈ അന്ന് ഇറക്റ്റ് ചെയ്യപ്പെട്ടിരുന്ന വിൻഡ് മില്ലുകൾ മിക്കതും തന്നെയും വെള്ളം പമ്പ് ചെയ്യാനായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. എവിടേക്ക് വെള്ളം പമ്പ് ചെയ്യാൻ? ഫാംസ്, അതായത് ഫാമുകളിലേക്കും റാഞ്ചസ് എന്ന് പറഞ്ഞാൽ മേച്ചിൽപ്പുറം എന്നാണ് അർത്ഥം. കാലി മേയ്ക്കാൻ കാലികളെ മേയ്ക്കുന്ന വലിയ പുൽമേടുകളാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെയൊക്കെ വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അന്നത്തെ കാലത്ത് വിൻഡ് മില്ലുകൾ അമേരിക്കയിൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഉപയോഗിച്ചിരുന്നത്. അടുത്തത് ബൈ 1910, അതായത് 1910ഓടുകൂടി വിൻഡ് ടർബൈൻ ജനറേറ്റേഴ്സ് വെർ പ്രൊഡ്യൂസിങ് ഇലക്ട്രിസിറ്റി ഇൻ മെനി യൂറോപ്യൻ കൺട്രീസ്. 1910ഓടുകൂടി പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഈ വിൻഡ് മില്ല് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനായി ഉപയോഗിച്ചു തുടങ്ങി. ആൻഡ് while today one associates windmills with the Netherlands where they are used for pumping water, it is in Denmark that wind is an effective source of energy. ഇന്നത്തെ കാലത്ത് നെതർലൻഡ്സിൽ പ്രധാനമായിട്ട് വിൻഡ് മില്ല് വെള്ളം പമ്പ് ചെയ്യാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നെതർലൻഡ്സ് എന്ന് പറഞ്ഞാൽ തന്നെ നദികളുടെ നാടാണ്. പിന്നെ ഡെൻമാർക്കിലാണെങ്കിൽ വിൻഡ് എനർജി എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട അവിടുത്തെ ഒരു സോഴ്സ് ഓഫ് എനർജി ആയിട്ട് തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ ക്ലോസ് ടു ഹോം, തമിഴ്നാട് വാസ് എമംഗ് ദ ഫസ്റ്റ് ഇൻ ഇന്ത്യ ടു ഗിവ് എ ഫില്ലിപ്പ് ടു വിൻഡ് എനർജി ഓവർ 10 years ago and continues to be a leader. ക്ലോസ് ടു ഹോം, അതായത് നമ്മുടെ അടുത്തുള്ള കാര്യം പറയുകയാണെങ്കിൽ തമിഴ്നാട് തന്നെയാണ്. തമിഴ്നാട് വാസ് അമംഗ് ദ ഫസ്റ്റ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ തന്നെ ടു ഗിവ് എ ഫില്ലിപ്പ്, FILLIP, ഫില്ലിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രചോദനം അല്ലെങ്കിൽ ഒരു പ്രോത്സാഹനം. തമിഴ്നാടുമാണ് ഇന്ത്യക്ക് മൊത്തം വിൻഡ് എനർജിക്ക് ഒരു പ്രചോദനമായിട്ട് മാറിയ സ്റ്റേറ്റ്. ഫില്ലിപ്പ് ടു വിൻഡ് എനർജി ഓവർ 10 years ago, അതും 10 വർഷങ്ങൾക്ക് മുമ്പേ തന്നെയും തമിഴ്നാട് വിൻഡ് എനർജി നന്നായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. ആൻഡ് കണ്ടിന്യൂസ് ടു ബി എ ലീഡർ. ഇന്ത്യയിൽ തമിഴ്നാടുമാണ് വിൻഡ് എനർജി ഉപയോഗിക്കുന്നതിൽ പ്രധാനമായിട്ട് മുന്നിട്ട് നിൽക്കുന്നത്. നിയർലി ഹാഫ് ഓഫ് ഇന്ത്യാസ് 2000 megawatt ഓഫ് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഫ്രം വിൻഡ് എനർജി കംസ് ഫ്രം തമിഴ്നാട്. അതായത് ഇന്ത്യയിലെ 2000 മെഗാവാട്ട് കപ്പാസിറ്റി ഓഫ് വിൻഡ് എനർജി വരുന്നത് തന്നെയും തമിഴ്നാട്ടിൽ നിന്ന് മാത്രമാണ്. പിന്നെ വിൻഡ് ടർബൈൻസ് ഹാവ് ബീൻ ഡെക്കറേറ്റിംഗ് ആർ ലാൻഡ്സ്കേപ്പ് നിയർ മധുരൈ ആൻഡ് ബിയോണ്ട്. തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ മധുരയും അതിൻ്റെ അടുത്തുള്ള സമീപ പ്രദേശങ്ങളിലും വിൻഡ് മില്ലുകൾ ആ ഭൂമിയെ അലങ്കരിച്ചിരിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാവുന്നതാണ്. അടുത്തത് ഇൻ ചെന്നൈ at the Center for Wind Energy Technology, research is done to check out various wind sites where wind energy can be tapped. അതായത് ചെന്നൈയിലാണ് സെൻറ്റർ ഫോർ വിൻഡ് എനർജി ടെക്നോളജി എന്ന് പറയുന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട റിസർച്ച് എന്താണ്? വിൻഡ് എനർജി ഏത് സ്ഥലങ്ങളിലാണ് വിൻഡ് എനർജി ശരിക്കും ടാപ്പ് ചെയ്യാൻ പറ്റുന്നത്, വിൻഡ് എനർജി നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് അവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട റിസർച്ച്. പിന്നെ ആൻഡ് വിൻഡ് ടർബൈൻസ് ഓഫ് വേരിയസ് സൈസസ് ആർ ചെക്ക്ഡ് to see if they are delivering what they promised to do. പിന്നെ മാത്രമല്ല അവിടെ നടക്കുന്ന മറ്റൊരു റിസർച്ച് എന്ന് പറഞ്ഞാൽ പല സൈസുകളിലുള്ള വിൻഡ് ടർബൈൻസ് എത്രത്തോളം വിൻഡ് എനർജി അതിന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ഉദ്ദേശം അനുസരിച്ചിട്ടുള്ള വിൻഡ് എനർജി എത്രത്തോളം ഉൽപ്പാദിപ്പിക്കാൻ പറ്റും എന്നുള്ള റിസർച്ചും ചെന്നൈയിലെ സെൻറ്റർ ഓഫ് വിൻഡ് എനർജി ടെക്നോളജി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നടക്കുന്നുണ്ട്. അടുത്തത് wind energy is also abundant in many parts of India from Gujarat, Andhra Pradesh and Kerala to the hilly regions of Maharashtra. അതായത് ഇന്ത്യയിൽ പല സ്ഥലത്തും വിൻഡ് എനർജി, അതായത് വിൻഡിൽ നിന്നുള്ള ഊർജം വളരെയധികം ഉള്ളതായിട്ട് നമുക്ക് കാണാം. അതെവിടെയൊക്കെയാണ്? ഗുജറാത്തിൽ, ആന്ധ്രാപ്രദേശിൽ, കേരളത്തിൽ, പിന്നെ മഹാരാഷ്ട്രയിലെ ഹില്ലി റീജിയൻസ്, മലമ്പ്രദേശങ്ങളിലും വിൻഡ് എനർജി വളരെയധികം ഉള്ളതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇനി ഇത്രയുമാണ് സെക്ഷൻ 2 പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ സെക്ഷൻ 3 പോകുന്നത്. സെക്ഷൻ 3 പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്തിനെ പറ്റിയിട്ടാണെന്ന് നമുക്ക് നോക്കാം. ഈസ് വിൻഡ് എനർജി പോപ്പുലർലി യൂസ്ഡ്? വിൻഡ് എനർജി
പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ? വാട്ട് ആർ ഇറ്റ്സ് അഡ്വാൻറ്റേജസ്, അതിൻ്റെ അഡ്വാൻറ്റേജുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഡസ് ഇറ്റ് ഹാവ് എനി ഡ്രോബാക്ക്, അതിനെന്തെങ്കിലും മോശം വശങ്ങളുണ്ടോ? ഇത്രയുമാണ് സെക്ഷൻ 3 പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ഇൻ ദ വെസ്റ്റ്, surveys have consistently shown that the public prefers wind and other renewable energy forms over conventional sources of generation. അതായത് വെസ്റ്റേൺ രാജ്യങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റിന്യൂവബിൾ എനർജി, അതായത് തീർന്നു പോകാത്തതായിട്ടുള്ള റിന്യൂവബിൾ എനർജി സോഴ്സിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പ്രധാനമായിട്ടും വിൻഡ് എനർജിക്ക് തന്നെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. മറ്റ് കൺവെൻഷണൽ ഫോംസ് ഓഫ് ജനറേഷനെ വെച്ച് നോക്കുമ്പോൾ, അതായത് കൺവെൻഷണൽ ഫോംസ് എന്ന് പറയുമ്പോൾ ഈ ആണവ നിലയങ്ങളിൽ നിന്നും ഹൈഡ്രോ ഇലക്ട്രിക് നിലയങ്ങളിൽ നിന്നുമൊക്കെ ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വിൻഡ് എനർജി ഈസ് ഫ്രീ റിന്യൂവബിൾ സോഴ്സ്, സോ നോ മാറ്റർ ഹൗ മച്ച് ഈസ് യൂസ്ഡ് ടുഡേ there will still be the same supply in the future. അതായത് വിൻഡ് എനർജി എന്ന് പറയുന്നത് ഈസ് ഫ്രീ, അതായത് എപ്പോഴും ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. അതിന് യാതൊരു പണച്ചെലവും ഇല്ല. റിന്യൂവബിൾ സോഴ്സ്, അതായത് അത് എന്നും പുതുതായി വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, തീർന്നു പോവുകയില്ല. വിൻഡ് എനർജി മാത്രമല്ല, സോ നോ മാറ്റർ ഹൗ മച്ച് ഇസ് യൂസ് ടുഡേ, എത്ര ഉപയോഗിച്ചാലും ദർ വിൽ സ്റ്റിൽ ബി ദ സെയിം സപ്ലൈ ഇൻ ദ ഫ്യൂച്ചർ, ഭാവിയിലും ഇത്രയും തന്നെ വിൻഡ് നമുക്ക് എനർജി അത്രത്തോളം തന്നെ കിട്ടുന്നതാണ്. വിൻഡ് എനർജി ഈസ് ഓൾസോ എ സോഴ്സ് ഓഫ് ക്ലീൻ നോൺ പൊല്യൂട്ടിംഗ് ഇലക്ട്രിസിറ്റി. മാത്രമല്ല അത് ക്ലീൻ ആണ്, അതിന് യാതൊരു പൊല്യൂഷനും ഇല്ല. അൺലൈക്ക് കൺവെൻഷണൽ പവർ പ്ലാന്റ്സ്, അതായത് സാധാരണ രീതിയിലുള്ള പവർ പ്ലാന്റുകളെ വെച്ച് നോക്കുമ്പോൾ വിൻഡ് പ്ലാന്റ്സ് എമിറ്റ് നോ എയർ പൊല്യൂട്ടൻസ് ഓർ ഗ്രീൻ ഹൗസ് ഗ്യാസസ്. മറ്റ് എനർജി സോഴ്സുകളെ വെച്ച് നോക്കുമ്പോൾ, അതായത് പെട്രോള് അങ്ങനെയുള്ള ഇന്ധനങ്ങൾ, പിന്നെ ആണവ നിലയങ്ങൾ, ഇതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ വിൻഡ് എനർജി എന്ന് പറയുന്നത് യാതൊരു എയർ പൊല്യൂട്ടൻസ്, വായുവിനെ മലിനീകരണം ചെയ്യുന്നതായിട്ടുള്ള യാതൊരു ഘടകങ്ങളും അതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. മാത്രമല്ല ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ, അതായത് ഭൂമിക്ക് വളരെയധികം ദോഷം വരുത്തുന്ന, അതായത് ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസ്, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ പോലെയുള്ള ഭൂമിയെ ചൂട് പിടിപ്പിക്കുന്ന യാതൊരു ഗ്യാസുകളും ഇതിൽ നിന്ന് പുറപ്പെടുവിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് വിൻഡ് എനർജിയുടെ ഗുണങ്ങൾ. അടുത്തത്, ഇൻ 1990 കാലിഫോർണിയാസ് വിൻഡ് പവർ പ്ലാന്റ്സ് ഓഫ്സെറ്റ് ദ എമിഷൻ ഓഫ് മോർ ദാൻ 2.5 billion pounds of carbon dioxide and 15 million pounds of other pollutants that would have otherwise been produced. അതായത് 1990 കാലിഫോർണിയയിൽ വിൻഡ് പവർ ഉപയോഗിച്ചത് കൊണ്ട് മറ്റ് ദോഷമുണ്ടാക്കുന്ന പവർ പ്ലാന്റുകൾക്ക് പകരം വിൻഡ് പവർ ഉപയോഗിച്ചത് കൊണ്ട് അവിടെ ഉണ്ടായ ഗുണം എന്താണ്? മോർ ദാൻ 2.5 billions of carbon dioxide, 2.5 billion പൗണ്ട്സ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിച്ചു. പ്രകൃതിയിലേക്ക് ഇത്രയും കാർബൺ ഡൈ ഓക്സൈഡ് തള്ളിവിടുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിച്ചു. അത് പോരാഞ്ഞിട്ട് ആൻഡ് 15 million pounds ഓഫ് അതർ പൊല്യൂട്ടൻസ്, മറ്റ് മലിനീകരണം ഉണ്ടാക്കുന്ന ഘടകങ്ങളെയും പ്രിവെൻറ്റ് ചെയ്യാൻ സാധിച്ചു. ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ പകരം ഉപയോഗിച്ചത് കൊണ്ട് എന്നാണ് അർത്ഥം. അടുത്ത പോയിന്റ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് വുഡ് ടേക്ക് എ ഫോറസ്റ്റ് ഓഫ് 90 million to 175 million trees to provide the same air quality. ഇത്രയും നല്ല ഒരു എയർ ക്വാളിറ്റി ഉണ്ടാക്കണമെങ്കിൽ 90 million അല്ലെങ്കിൽ 175 million മരങ്ങളുള്ള ഒരു കാടിന് മാത്രമേ ഇത്രയും എയർ ക്വാളിറ്റി ആ നാട്ടിൽ ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ, അല്ലെങ്കിൽ എവിടെയായാലും ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. പിന്നെ അടുത്ത ലാസ്റ്റ് നമ്മൾ ഈ സെക്ഷൻ്റെ അവസാന ഭാഗത്തിലേക്ക് വരികയാണ്. സം ഹാവ് വോയിസ്ഡ് കൺസേൺ ഓവർ ദ നോയ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ റോട്ടർ ബ്ലേഡ്സ്, എസ്തെറ്റിക് ഇമ്പാക്ട് ആൻഡ് ദ പ്ലൈറ്റ് ഓഫ് ബേർഡ്സ് ദാറ്റ് ഫ്ലൈ ഇൻ ടു ദ റോട്ടേഴ്സ്. അതായത് കുറച്ച് പരിസ്ഥിതിവാദികൾ ഉന്നയിക്കുന്ന ഈ വിൻഡ് മിൽസിൻ്റെ ദോഷങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, അത് കറങ്ങുമ്പോൾ, അതിൻ്റെ റോട്ടർ ബ്ലേഡുകൾ കറങ്ങുമ്പോൾ, അതിൻ്റെ കറങ്ങുന്ന വലിയ ചിറകുകൾ കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം, നോയിസ് പൊല്യൂഷൻ, പിന്നെ മാത്രമല്ല എസ്തെറ്റിക് ഇമ്പാക്ട്
ഇമ്പാക്റ്റ്. അതായത് ഈ വിൻഡ് മില്ലുകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ പ്രകൃതിയുടെ ഭംഗി കുറഞ്ഞു പോകുന്നു. എസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ ഭംഗി, ആ ഒരു ആസ്വാദന ഭംഗി കുറഞ്ഞു പോകുന്നു എന്നൊരു കുറ്റം ഇതിനെപ്പറ്റി ആരോപിക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല, ആൻഡ് ദ പ്ലൈറ്റ് ഓഫ് ബേർഡ്സ് ദാറ്റ് ഫ്ലൈ ഇൻ ടു ദ റോട്ടേഴ്സ്, അതായത് ഈ കറങ്ങുന്ന ചിറകുകളിൽ തട്ടി പക്ഷികളുടെ ജീവന് ഹാനി ഉണ്ടാകുമെന്നും അവർ പറയുന്നു. പ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ദുരവസ്ഥ എന്നാണ് അർത്ഥം. പക്ഷികളുടെ ദുരവസ്ഥ ഇതും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ most of these problems do not exist in India, as wind farms are located in remote areas or the problems have already been resolved through technological development. എന്നാൽ ഈ പ്രോബ്ലംസ് ഒന്നും തന്നെ ഇന്ത്യയിൽ നിലനിൽക്കുന്നില്ല. കാരണം പൊല്യൂഷൻ, നോയിസ് പൊല്യൂഷൻ എന്ന് പറയുകയാണെങ്കിൽ ഈ വിൻഡ് മില്ലുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത് റിമോട്ട് ഏരിയാസിലാണ്, അതായത് മനുഷ്യവാസം കുറഞ്ഞ സ്ഥലങ്ങളിലാണ് ഇതൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രോബ്ലം ഇവിടെ ഇല്ല. മാത്രമല്ല, ഇന്നത്തെ മോഡേൺ ടെക്നോളജി അനുസരിച്ചിട്ടുള്ള വിൻഡ് മില്ലുകൾ ഈ ദോഷങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. കാരണം ഇന്നത്തെ വിൻഡ് മില്ലുകൾ എന്ന് പറയുന്നത് വളരെയധികം ഹൈറ്റ് ഉള്ളതാണ്. പക്ഷികളുടെ സഞ്ചാരപഥത്തിൽ നിന്നും വളരെ ഉയരത്തിലാണ് ഇതൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് പക്ഷികളെ ഇതൊന്നും ബാധിക്കുന്നില്ല. മാത്രമല്ല, ഇതിൻ്റെ ചിറകുകൾ ഫാസ്റ്റായിട്ടല്ല കറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷികൾക്ക് ഇത് യാതൊരു ദോഷവും വരുത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കുറ്റങ്ങളൊക്കെയും തന്നെ നമുക്ക് റൂൾ ഔട്ട് ചെയ്യാവുന്നതാണ്. അടുത്ത ലാസ്റ്റ് പാരഗ്രാഫിലേക്ക് വരികയാണ്. The major challenge to use wind as a source of power is that it is intermittent and it does not always blow when electricity is needed. ആകെ ഇതിനൊരു ദോഷം പറയാവുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഈ വിൻഡ് ഇൻ്റർമിറ്റൻ്റ് ആണ്. അതായത് ഇടയ്ക്കിടെ മാത്രമാണ് വിൻഡ് അടിക്കുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് വിൻഡ് ബ്ലോ ചെയ്യുന്നില്ല. അപ്പം അത് ഈ ഒരു വിൻഡ് മില്ലിൻ്റെ ഒരു ദോഷമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. പിന്നെ the fact remains that wind is the fastest growing source of electricity generation in the world. അതായത് എന്തൊക്കെ പറഞ്ഞാലും ഫാക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും ഫാസ്റ്റായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ വിൻഡ് എനർജിയുടെ ഒരു മേഖലയാണ്. ഇന്നത്തെ ലോകത്ത് ഏറ്റവും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജി സോഴ്സ്. ആൻഡ് who knows, might even be lucrative career for many. ലാസ്റ്റ് ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു വാചകം എന്താണെന്ന് പറഞ്ഞാൽ, ആർക്കറിയാം ഈ ഒരു മേഖല എന്ന് പറയുന്നത് പലർക്കും ഒരു ലുക്രേറ്റീവ് കരിയർ, ലുക്രേറ്റീവ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന ഒരു തൊഴിൽ മേഖലയായി തന്നെ ഇത് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാര്യവും നമുക്ക് ഇതിനകത്തൊരു പ്രധാന പോയിൻ്റായിട്ട് പറയാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ലെസണിലുള്ളത്. ഇനി അടുത്ത വീഡിയോയിൽ ഈ ലെസണിൽ നിന്നുള്ള ഗ്രാമർ ടോപ്പിക്കുകളും പിന്നെ നോട്ട്സും PDF ആയിട്ട് അയക്കുന്നതായിരിക്കും. താങ്ക് യു.